എന്നാണോ ഇവിടെ ഈ മർഡർ നടന്നത് അന്ന് മുതൽ ഇവിടെ അടുത്തുള്ള ഗ്രാമത്തിലെ 2 ആദിവാസി പെൺകുട്ടികളെ കാണാനില്ല. പെർഫോം ചെയ്യാനായി പുറത്തെവിടെ പോയതാ. നോക്ക്, നമുക്കിത് പോലീസ് റിപ്പോർട്ട് ചെയ്യാം. You fucking out of your mind? ഒരു പയ്യൻ സ്റ്റേഷനിലോട്ട് ഫോൺ ചെയ്തിരുന്നു. ആ പെണ്ണിന് വേണ്ടിയാണോ നീ ടെൻഷൻ ആവുന്നത്? ഇവിടെ 2 ദിവസം കൊണ്ട് പോലീസ് വരുന്നതിന്റെ കാരണം മിനിങ്ങാന്ന് ഇവിടെ ഒരു മർഡർ നടന്നു. കോൾഡ് ഫക്കിംഗ് മർഡർ. ഇവിടെ ആരെയും കൊന്നിട്ടില്ല തേച്ചി. ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ നിനക്ക് തരുമെന്ന് കരുതണ്ട. നീ ആരോടാണ് കളിക്കുന്നതെന്ന് അറിയാമോ? സത്യമായിട്ടും എന്റെ പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒറ്റയൊരെണ്ണം ബാക്കി കാണില്ല. റിലീസ് ഹിം റൈറ്റ് അവേ. അയാളെ വിട്ടേക്ക്. നിനക്ക് വേണ്ടത് ഞാൻ നിന്റെ ഫാമിലിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ലേ? സോ ഹിയർ ഇറ്റ് ഈസ്. She could be very, very dangerous in the jungle. ഈ വീടിന്റെയും നമ്മുടെ ബിസിനസിന്റെയും റാണിയാവും നീ. ആ ടിമ്മയാ സംസാരിക്കുന്നത്. അവർക്കെതിരെയുള്ള ഒരു പ്രധാന തെളിവ് എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഇതാ മദറിന്റെ വീഡിയോയാ. നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ വേണം, എനിക്ക് ആ പയ്യനെ. ഋഷിയോട് ഋഷിയുടെ ബോഡി കൊണ്ടുവന്ന് ഞാൻ പോയില്ല. ഇപ്പൊ നിന്നെ ജീവനോടെ വിടുന്ന തന്നെ ഒരു ഔദാര്യ. എന്തായി മോനെ, അവരെ കിട്ടിയോ? ഉടനെ അവർ നമ്മുടെ കയ്യിൽ പെടും. ഒന്നിനെയും ബാക്കി വെക്കരുത്. ഞാൻ ആ പെൺകുട്ടിയെ ഇവിടെ നിന്ന് ജീവനോടെ തന്നെ കൊണ്ടുപോകും. പിടിച്ചിറക്കാവളെ. ഇൻസ്പെക്ടർ സർ, ഇത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. തുറക്കത്. ആ പെണ്ണെവിടെ? ആ പെണ്ണെവിടെന്നോ? ഹലോ തേജി മാഡം, ടിമ്മ എവിടെ എത്തി മാഡം? 5 മിനിറ്റിനകത്ത് അവിടെ എത്തും. വേഗം എത്തണം, പരിസരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഡോണ്ട് ക്ലോസ് യുവർ ക്ലൂസ് മിസ്റ്റർ രംഗു. കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് നടന്നോട്ടെ. ചിലപ്പോൾ അവസരം നിനക്ക് ലഭിക്കും, ചിലപ്പോൾ എനിക്കും. ഒരു DSPയുടെ യൂണിഫോമിലാണ് നീ കൈവച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ്, ഗുഡ് ബോയ്. നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുക, നമ്മുടെ മാൻ ടു മാൻ ഡീലിൻ്റെ കാര്യം മറന്നില്ലല്ലോ. ഈ രാജേന്ദ്ര സിംഗ് അഡ്വാൾ എന്ന റിങ്കുബായുടെ വാക്കിന് ഒരല്പമെങ്കിലും വില വേണ്ടേ? പറയൂ. ആ ഭായ്, ഒരു ആംബുലൻസ് കാടിനുള്ളിലൂടെ പോകുന്ന നമ്മൾ ആൾക്കാർ കണ്ടു. പിന്നെ നീയൊക്കെ അവിടെ എന്ത് നോക്കി നിൽക്കുക? അടുത്തുള്ള ഹോസ്പിറ്റലിൽ തിരക്ക്. ഇല്ല ഭായ്, ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഒന്നും കിട്ടിയില്ല. ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ വേഗം കാട്ടിൽ മുഴുവൻ തിരയേ. ഞാൻ ഉടനെ എത്താം. എന്നാ ശരി, വണ്ടി എടുക്ക്. നമുക്ക് കാണേണ്ടി വരും.
കാണാം, നമുക്ക് കാണാം, വീണ്ടും നമുക്ക് കാണേണ്ടി വരും. ആ മാഡം എനിക്ക് കാണാം. അവിടെ നേരെ വന്നാൽ മതി. മാഡം ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. മാഡം വണ്ടി നിർത്തരുത്, നേരെ വന്നാൽ മതി. അവരെങ്ങാനും പുറകെ വന്നാലോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല മാഡം, നിർത്താതെ വന്നാൽ മതി. ഓ, നശിപ്പിച്ചു. കാട്ടിനകത്തോടെ ഈ ആംബുലൻസ് എങ്ങോട്ടാ പോകുന്നത്? ഇത്ര അത്യാവശ്യപ്പെട്ട് ഈ വഴിക്ക് കൂടി എങ്ങോട്ടാ? ആ മുഖം ഒന്ന് കാണിക്ക്. ആഹാ, ലേഡി ഡ്രൈവറോ? ഏത് ആശുപത്രിയിലേക്കാ പോകുന്നത്? നിക്ക് ഒരു മിനിറ്റ്. ആ പറയൂ സർ. ആ പിന്നെ എല്ലാ വണ്ടികളും സെർച്ച് ചെയ്യാനുള്ള ഒരു മെസ്സേജ് ഉണ്ട്. മാഡം ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. കുറെ കൂടെ ശ്രദ്ധിക്കണം. ആ റിങ്കു ആംബുലൻസ് ഇറങ്ങിയിട്ടുണ്ട്. ആംബുലൻസോ? ഒരു ആംബുലൻസ് ഞാൻ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഡ്രൈവർ ലേഡിയാ. ലേഡിയോ? മാഡം ആ റിങ്കും കൂട്ടിന് നമ്മുടെ പിന്നാലെ ചെന്നിട്ട് വേഗം പോകണം. വണ്ടി വിടരുത്, ഞങ്ങളിതാ എത്തി. ആ ഓക്കെ. മാഡം നിൽക്കാൻ സമയമില്ല. ഞാൻ ദേ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു. ഇവിടെ കൊണ്ട് മാഡം പോ നോക്ക്. ഇയാൾക്ക് ജീവനുണ്ടെങ്കിലും ജീവനുണ്ടെങ്കിൽ ഇയാളെ ആൾക്കാർ വന്ന് ഇയാളെ രക്ഷിച്ചോളും. നമ്മൾ ഇവിടെ നിന്നാൽ കൂടുതൽ അപകടമാണ് മാഡം. മാഡം വേഗം വാ, വണ്ടി ഞാൻ എടുത്തോളാം. ഏ ഡിമക്, നീ എവിടെ എത്തി? ഞങ്ങളിതാ എത്താറായി സർ. വരുന്ന വഴിയിൽ ഒരു പ്രശ്നം. ഒന്ന് വേഗം വാ, നമ്മുടെ പക്കൽ അധിക സമയമില്ല. ഓക്കെ സർ. അതെന്താന്ന് വെച്ചാ വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ്. ഹലോ, മാഡം നിങ്ങൾക്ക് ഈ വഴി റിസോർട്ടിലേക്ക് പോവാം. മാഡം ഇറങ്ങുന്നില്ലേ? ഘോഷിനോട് നീ എന്താ പറയാൻ തുടങ്ങിയത്? ഏത് ആക്സിഡന്റ്? അത് ഞാൻ പറഞ്ഞത് അദ്ദേഹം കേൾക്കാൻ നിന്നില്ല. അതിനു മുമ്പ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. ഞാൻ ആരോടും ഒന്നും പറയില്ല, മാഡത്തിന് വിശ്വസിക്കാം. അത് ഞാൻ പറഞ്ഞു വന്നത് ആരും ഒന്നും കണ്ടിട്ടില്ല. ഞാനും ഒന്നും കണ്ടിട്ടില്ല. നോക്ക്, നീ ഇപ്പൊ ഈ പറഞ്ഞ ആക്സിഡന്റ് ഇല്ലേ, നീ ഒന്നും കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞത്, അതേപ്പറ്റി പൂർണ്ണമായും മറന്നേക്ക്. അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായി മാഡം. വേറെ ആംബുലൻസ് വിളിക്ക്. ഹലോ. ആ കേൾക്കാൻ ഡോക്ടറെ, ആംബുലൻസ് കിട്ടിയോ? കിട്ടി ഭായി, പക്ഷെ ഞങ്ങളെന്ന് മിസ്സായി. കിഴങ്ങന്മാര് അതെങ്ങനെ മിസ്സായി? അപ്പൊ നിന്റെ പോലീസ് അവിടെ നോക്കി നിൽക്കായിരുന്നോ? ഭായി, ഞങ്ങളുടെ കോൺസ്റ്റബിൾ അതിനെ തടഞ്ഞതാ, പക്ഷെ അയാളെ ഇടിച്ചിട്ട് ആംബുലൻസ് പോയി. അവൻ ചത്തില്ലല്ലോ, അവനോട് കാര്യങ്ങൾ ചോദിക്കേ. അല്ല ഭായി, ഈ ബോധമില്ലാത്ത ആളോട് ഇപ്പൊ എങ്ങനെ? അയാളെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. ഭായി, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ആ ആംബുലൻസ് ഇപ്പൊ ഈ കാട് വിട്ട് പോയിട്ടുണ്ടാവില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
ആംബുലൻസ് എങ്ങാനും കിട്ടിയില്ലെങ്കിൽ നിന്നെയും നിന്റെ മുഴുവൻ ടീമിനെയും വെട്ടി നുറുക്കി പെട്രോൾ വെച്ച് കത്തിക്കും ഞാൻ. നോക്കിയോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ സർ? എന്നാ നാട്ടിൽ പോകുന്നേ? ഞാൻ നാളെ പോകും സർ. അപ്പം നീ സേഫായി. ആ പറലേക്ക്. ബായിയുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പോൾ നടക്കില്ല. റിങ്കു, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താ കാര്യം? തേജി എവിടെ? അവളെ കല്യാണം കഴിച്ചത് നീയല്ലേ? എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത്? നോക്ക്, ഞാൻ തമാശയാക്കാനുള്ള മൂഡിലല്ല. ഞാൻ നേരത്തെ പറഞ്ഞതാ തേജയ്ക്കൊന്നും സംഭവിക്കരുതെന്ന്. വേറെ എനിക്കും തമാശ പറയാനുള്ള മൂടല്ല. ഞാനും ആദ്യമേ പറഞ്ഞതാ, ഞാൻ ഉള്ളിടത്തോളം കാലം അവൾക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ഫാമിലി മാറ്ററിൽ ആഹാ, അവളുടെയും കൂടെ ഫാമിലിയാ. ഇപ്പോൾ തേജിയും ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗം തന്നെയാ, അത് മറക്കണ്ട. വാട്ട്സ് ഗോയിങ് ഓൺ? ഹേയ്, നീ ഇതെവിടെയായിരുന്നു? അത് ശരിയാ. ഇത്ര നേരം തേജി എവിടെ പോയിരിക്കായിരുന്നു? ആകെ പേടിച്ചു പോയി വീറ്. വാട്ട് അബൌട്ട് ലഞ്ച്? പക്ഷെ സഹോദരി, വീറ് ചോദിച്ചത് കേട്ടില്ലേ എവിടെ പോയിരുന്നുവെന്ന്? ഇപ്പോഴും ഉം. വെറുതെ ഒന്ന് പുറത്തേക്ക് പോയതാ. ഹേയ്, ഞാൻ പുറത്തു പോയത് അത്ര വലിയ കുറ്റമാണോ? ഏയ്, ആ, I'm പറയ്. really sorry. രംഗുഭായ്, ആ ആംബുലൻസിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പോഴാ പെണ്ണോ? ബായ്, അത് നോക്കണമെങ്കിൽ ഞങ്ങൾ താഴേക്ക് ഇറങ്ങണം. കുറച്ചുപേര് ക്രാഷ് നടന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഉടനെ അവരെത്തും. പക്ഷെ ബായി ഒരു കൺഫ്യൂഷൻ. ഇപ്പോഴ ആംബുലൻസ് ഓടിച്ചിരുന്ന ഒരു പയ്യനാ. ഏത് നായിന്റെ മോനെ ആംബുലൻസ് ഓടിച്ചത്? ഭായ്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു കോൺസ്റ്റബിളിന് ആക്സിഡന്റ് ഉണ്ടായെന്ന്. അയാൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഡ്രൈവർ ഒരു ലേഡിയാണെന്ന്. ശരി, ഞാൻ വിളിക്കാം. അതെ, ഒരു കാര്യം, എന്നാ ശരി, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇഫ് ചെയ്തു. യു ഡോണ്ട് മൈൻഡ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ എന്തിനോ വെളിയിൽ പോയെന്ന്, അത് എന്താവശ്യത്തിനായിരുന്നു? എനിക്കും കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ നിങ്ങളോട് എന്തിനാ പറയുന്നത്? എപ്പോ പോയി, എവിടെ പോയി, എങ്ങനെ പോയി, ഇതൊക്കെ അതിന് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വീർ, ഞാൻ മാന്യമായിട്ടാണ് കാര്യങ്ങൾ ചോദിച്ചത്. അപ്പൊ അതിന് മാന്യമായിട്ട് മറുപടി പറയാമല്ലോ. ഓക്കെ, സമ്മതിച്ചു. ഒരുപാടായി, ഇനി മതി. റിങ്കു മോനെ, ആ വരുന്നു. ഇതങ്ങോട്ട് വയ്ക്ക്. എന്താ പപ്പ വിളിച്ചത്? ആ സമർത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. കള്ളപ്പന്നി ഇവിടെ എത്തിയപ്പോ തുടങ്ങിയ പ്രശ്നങ്ങളാ. സമർത്ഥോ? അവനെപ്പോഴാ തിരിച്ചെത്തിയത്? അവനെന്റെ കല്യാണത്തിന് വന്നില്ല. അവൻ വന്നില്ലെങ്കിലും നിന്റെ കല്യാണം കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും സ്വന്തം കാര്യം നന്നായിട്ട് ചെയ്യാൻ നോക്ക്. എനിക്ക് പണി ഉണ്ടാക്കാതെ പോവാൻ നോക്ക്. അവന്റെ കല്യാണത്തിന് വന്നില്ല പോലും. പപ്പ, ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവൻ ബിസിനസ് പാർട്ണറായി പോയില്ലേ. അവന്റെ സംസാരം കേട്ടാ തോന്നും
നമ്മളൊക്കെ അവൻ്റെ വീട്ടിലെ കാവൽക്കാരാണെന്ന് കഴിവരുടെ മോൻ. ആ ഡീല് നടന്നോ ഇല്ലയോ? അത് നടക്കും. എന്നിട്ട് എന്തായി? എല്ലാ കാര്യങ്ങളും അയാൾ അവനെ ഏൽപ്പിച്ചു. നമ്മൾ വെറും ഉണ്ണാക്കന്മാരെ പോലെ നിൽക്കുന്നു. പപ്പ, അവൻ എന്താ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പഞ്ചാബിൻ്റെ ബിസിനസ് നമുക്ക് തന്നെ കിട്ടും, അത് ഉറപ്പായ കാര്യമാണ്. അത് കഴിഞ്ഞ് ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ പതുക്കെ പതിയെ ഞാൻ തീർത്തോളാം. എന്നാ പോയി ചെയ്ത് കാണിക്കേ. ആ ആ ഡാൻസുകാരുടെ കാര്യം എന്തായി? അന്വേഷിക്കുന്നുണ്ട്, കിട്ടാതിരിക്കില്ല. അന്ന് രാത്രി അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. വലിയൊരു തെറ്റായിപ്പോയി. മറ്റവളെ കൂടി അങ്ങ് തീർത്ത് കളയേണ്ടതായിരുന്നു. അപ്പോൾ പിന്നെ ഈ കടവും ബോണ്ടും ഒന്നൊരു പ്രശ്നമില്ലാതാവുമായിരുന്നു. പപ്പ, ഈ കടങ്ങളും ബോണ്ടും രണ്ടും ഞാൻ നോക്കിക്കോളാം. ഋഷി, നീ ആരോടൊന്നും പറയില്ല. ഋഷി, സ്വയർ ഓൺ മീ. ഋഷി ജീവിച്ചിരിക്കണമെങ്കിൽ മിണ്ടരുത്, അല്ലെങ്കിൽ ദിവസങ്ങൾ പോയിട്ട് മണിക്കൂറുകൾ പോലും നിനക്കുണ്ടാവില്ല. ആ, നിങ്ങൾ അങ്ങോട്ട് താഴോട്ട് പോയി നോക്കൂ. ആ, നിങ്ങൾ ആ സൈഡിലോട്ട് പോ. ആ, വേഗം പോയി നോക്ക്. ആ, ബൈ വരണം. ബൈ വരണം. ബൈ, ആ ആംബുലൻസ് ഫുൾ സ്പീഡിൽ വന്ന് ഈ പാറയിലിടിച്ച് നേരെ നദിയിലേക്ക് പതിച്ചു. ഇതേ കണ്ടോ? ഡോ, അതിങ്ങടുത്തേ. ഇതാ. ഞാനെന്താ കളിക്കാൻ വന്നാണെന്ന് വിചാരിച്ചോ? അതല്ല സാർ, ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മരങ്ങോടൻ. ആ നായിന്റെ മോൻ ബംഗാളിക്ക് എന്താ അവിടെ കാര്യം? ബംഗാളിയോ? അവന്റെ അമ്മയുടെ ബൈ ബൈ. അത് പിടിക്കണത്, എന്നിട്ട് എല്ലാം താഴോട്ട് ഇറങ്ങ. വണ്ടി താഴേക്കിട്. വണ്ടി താഴേക്കിട്. DSP സാർ, ഞാൻ കരുതി സാർ അവളെയും കൊണ്ട് പോയി കാണുമെന്ന്. പക്ഷെ സാർ എന്തിനാ ഇവിടെ തന്നെ ഇങ്ങനെ കാറ്റും കൊണ്ട് കറങ്ങുന്നത്? അവരെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം മിസ്റ്റർ റെങ്കോ. എന്നിട്ട് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്. ആ പാറ കണ്ടോ? അവിടെ നിന്ന് ആംബുലൻസ് താഴേക്ക് വീണത്. അതായത് പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കൊണ്ട് കൽക്കട്ടയിലേക്ക് പോയാ സാറിന് എന്തായാലും മെഡൽ കിട്ടും. എക്സ്ക്യൂസ് മീ ഓഫീസർ, അപകടം നടന്ന രീതി കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആംബുലൻസിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഇതുപോലൊരു അപകടത്തിൽ നിന്ന് ആ പേഷ്യൻ്റ് രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കുന്നിൻ്റെ മുകളിൽ നിന്നാണ് വീണത്. ആ സീക്വൻസി ആംബുലൻസിൻ്റെ പാർട്സ് പോലും കാണാനില്ല. അങ്ങനെയുള്ളപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ആൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും നമുക്കങ്ങോട്ടൊരു തീരുമാനത്തിലെത്താൻ കഴിയില്ല. ഹലോ സാറേ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇദ്ദേഹം കുറച്ച് നാൾ കഴിയുമ്പോൾ കൽക്കട്ടയിലേക്ക് തിരിച്ചു പോകും. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? വേണ്ടേ? അപ്പം മലയാളത്തിൽ അങ്ങ് പറ, ആ പെണ്ണ് എവിടെ പോയെന്ന്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടി രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. അതുമല്ലെങ്കിൽ നദിയിൽ മുങ്ങിയെങ്കിലും മരിച്ചിട്ടുണ്ടാകും. ഉറപ്പാണോ? വെരി ഗുഡ്. ദെൻ ഗോ മിസ്റ്റർ രംഗോ. നിങ്ങളുടെ പപ്പ തിരക്കുന്നുണ്ടാകും. ലക്കി,
ഈ നദി എങ്ങോട്ട് പോകുന്നോ അതുവരെ തിരയണം. ശരി. ഏയ് ചെല്ലേ ആ, ഡോക്ടറെ അങ്ങോട്ട് പോ. നിങ്ങളുടെ ആൾക്കാരോട് ആ ഭാഗത്തേക്ക് നോക്കാൻ പറയാം. ശരി, ബെല്ലേ, ശരി. ആ. എല്ലാവരോടും നോക്കാൻ പറയാം. ആ, ഏയ് അങ്ങോട്ട്. ആ ആ പെൺകുട്ടി ഏത് അവസ്ഥയിലായാലും കണ്ടുപിടിക്കണം. ശരി, ശരി. മനസ്സിലായോ? ഹലോ, ആര്? ഡിമക്കോ? ആ വീഡിയോ ഇങ്ങോട്ടേക്ക്. ബൈ. നമ്മുടെ പിള്ളേർക്ക് റിസോർട്ടിലെ ടൂറിസ്റ്റുകളിൽ നിന്നൊരു വീഡിയോ കിട്ടി. ആ വീഡിയോയിൽ ഡിമക്കിനെ കണ്ടു. ഇതൊന്ന് കണ്ടു നോക്ക്. ഇയാൾ തന്നെയാ? ഇയാളെ ആംബുലൻസ് ഓടിച്ചേ? ഉറപ്പാണോ? അതെ ഭായി, ഞാൻ അയാളെ വ്യക്തമായിട്ട് കണ്ടല്ലേ. വേറെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ? ഇല്ല, ഇയാൾ ഒറ്റയ്ക്കായിരുന്നു. അവസാനമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പോലും എൻ്റെ മുഖം കാണാൻ കഴിയില്ലല്ലോ. DSP സാറേ, ബാഡിലൊക്കെ പോയി. ഒരാൾ കൂടെ കുറഞ്ഞു പോയില്ലോ സാറിൻ്റെ ടീമിന്. ഇനി ബാക്കിയൊക്കെ അവൻ പറഞ്ഞോളൂ. ലക്കി, ആ ദിമക്ക് എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. എല്ലാം അവൻ പറയും. ഈ നിൽക്കുന്ന DSP സാറിൻ്റെ പ്ലാൻ ഉൾപ്പെടെ. ശരി, വേഗം വാ. അവനെ ഇപ്പൊ തന്നെ പൊക്കണം. എൻ്റെ ഒരു ദിവസം നശിപ്പിച്ചു. ഇന്നൊരൊറ്റ കാര്യം നടന്നിട്ടില്ല. ഇത് കഴിക്കൂ, എന്തെങ്കിലും കഴിക്കൂ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എല്ലാം അവൻ നോക്കിക്കോളും. പിന്നെ ഞാൻ ടെൻഷൻ ആവാതെ നിന്റെ മോൻ ഇതൊക്കെ നോക്കുന്നുണ്ടോ? അതിന് റിങ്കു ഉണ്ടല്ലോ. ഏത് റിങ്കു? ഇങ്ങനെ പോയാൽ ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും. എന്നാ നിങ്ങൾ തന്നെ കാണിച്ചു കൊടുക്കൂ. ചേട്ടാ, ആ പറഞ്ഞ നല്ല കാര്യമാണല്ലോ. ആ ചേട്ടത്തി, ഇത് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം. കല്യാണത്തിനെ നമുക്ക് നല്ലപോലെ ആഘോഷിക്കാൻ പറ്റിയില്ല. നീ പറഞ്ഞത് ശരിയാ. കല്യാണത്തിനൊന്നും മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും പറ്റിയില്ല. വന്നു കയറിയ പെണ്ണുണ്ടല്ലോ, അവളുടെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. മുഖത്ത് നോക്കിയാലേ നെഗറ്റീവ് എനർജി. പിന്നെ നിന്റെ മോൻ ഫുൾ എനർജി ആയിട്ട് നിൽക്കുകയല്ലേ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്റെ മോനെ കുറ്റം പറയരുത് കേട്ടോ. പപ്പാ, ഇതാണ് അച്ഛൻ്റെ മോൻ, പപ്പയുടെ അഭിമാനം. മോൻ പറ. ആ ഡാൻസുകാരി ഉണ്ടല്ലോ, അവളുടെ ശല്യം ഇനി ഉണ്ടാവില്ല. എന്തു പറ്റി പപ്പ? കേട്ടിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. ആ വീഡിയോക്കാരില്ലേ. പപ്പ നോക്കിക്കോ, കുറച്ച് സമയത്തിനകം ആ വാർത്തയും കേൾക്കാം. നീയാണ് എൻ്റെ മോൻ. This feels fucking perfect. You know, I could have done more. I should have done more. Done what, Chash? ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയതായിരുന്നു അവനെ. To be practical. That these people are dangerous. And now he's gone. We have to live with this. നോര, മിണ്ടാതിരിക്കാനും നമുക്ക് പൈസ കിട്ടിയല്ലോ അല്ലേ? So, if you want to feel anything, feel grateful. We have made some fucking black money out of this. ഭായ്, സർജറി കഴിഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഡോക്ടർ ഇപ്പോൾ പറയുന്നത് അയാളിപ്പോഴും കോമാ സ്റ്റേജിൽ തന്നെ എന്നാ. അതുകൊണ്ട് എപ്പോൾ ബോധം വരുമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഡോക്ടറോട് ഓരോ മണിക്കൂർ ഇടവിട്ട് അന്വേഷിക്കാൻ പോയി. എന്തെങ്കിലും ഒരു നല്ല വാർത്ത കിട്ടുകയാണെങ്കിൽ ഞാൻ ബായി അപ്പം തന്നെ അറിയിക്കാം.
മിനിറ്റ്, ഞാനിപ്പോൾ വരാം. നിങ്ങളിവിടെ ഇരുന്നോ. ഇയാൾ ഇത് എവിടെയാ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഐ എം ഗോയിങ് ഫോർ സ്മോക്ക്. പേടിക്കാനായി മക്കളെ. സാബ്, ആ ഡോഗ്ര വന്നിട്ടുണ്ട്. അവനെന്താ ഈ സമയത്ത്? വരാമെന്ന് പറ. പപ്പ, ആംബുലൻസ് കുന്നിൻ്റെ മുകളിൽ താഴേക്ക് വീഴുന്നതിന് മുമ്പ് അതിനെ തടയാൻ ശ്രമിച്ച പോലീസ് കോൺസ്റ്റബിളിനെ ഡ്രൈവർ ഇടിച്ചിട്ടത്. ആ കോൺസ്റ്റബിൾ പറഞ്ഞതനുസരിച്ച് ഡ്രൈവർ ഒരു ലേഡിയാണെന്ന് അറിഞ്ഞത്. ഞാനിപ്പോൾ വരാം. മോനെ, നീ കഴിച്ചിട്ട് പോ. അവനെന്താ നിന്റെ വീട്ടിൽ വിരുന്ന് വന്നതാണോ? ഡോ, അവനോട് പോയി അകത്തേക്ക് വരാൻ പറ. ഇപ്പോൾ ഇവിടുന്ന് എണീക്കാൻ പറ്റില്ല. ചെല്ല്. കുറച്ച് സാലറി ഓ, കഴിക്കുകയായിരുന്നു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഡോഗ്രേ, സോറി ബായ്, ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാ. ഒരു അർജൻറ്റ് അപ്ഡേഷൻ അറിയിക്കാനാ. അതൊരു ബാഡ് ന്യൂസാ. മറ്റേ ഹോസ്പിറ്റലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ മരിച്ചു. അവളെന്തിനാ പോയത്? അവൾക്ക് ഇതൊന്നും ശീലമില്ല. നമ്മളെപ്പോലെ വെട്ടിൻ്റെയും കുത്തിൻ്റെ കാര്യമൊന്നും ഡൈനിങ് ടേബിളിൻ്റെ മുന്നിലിരുന്ന് അവർ പറയാറില്ല. നീ നിന്റെ മമ്മിമാരെ കണ്ടുപിടിക്കുക. ആകാശം ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാലും അവരിവിടെ നിന്ന് കഴിച്ചിട്ടേ ഇടിക്കൂ. തേജിക്ക് ഇതുപോലെ എല്ലാം ശീലമായിക്കോളും. അവളെന്തിനാ ശീലമാക്കുന്നത്? ഇവിടെ ഉള്ളവർക്ക് ഒരു നോർമൽ ഫാമിലിയെ പോലെ ബിഹേവ് ചെയ്താൽ എന്താ? ജസ്റ്റ് ഓൺ മീൽ. ഏയ് വീറൊന്ന് ക്ഷമിക്കേ. അപ്പോൾ ഗുഡ് നൈറ്റ്. വാ തുറന്ന ഇംഗ്ലീഷ് പറയുമെങ്കിലും അവൻ്റെ തലയ്ക്കകത്തൊന്നുമില്ല. ഒരു മരമാക്രെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഒരു നോർമൽ ഫാമിലി ഇങ്ങനെയല്ലാതെ എങ്ങനെ ഇരിക്കും? ഏത് നേരത്തും ആ മുഖം ഒന്ന് കാണിക്ക്. അങ്ങനെയൊന്നും സംഭവിക്കില്ല മാഡം, നിർത്താതെ വന്നാൽ മതി. തേജി, ആർ യു ഓക്കെ? I'm fine, Daman. Well, I'm here if you need anything, okay? ജീവനുണ്ടെങ്കിൽ ഇയാളെ ആൾക്കാർ വന്ന് ഇയാളെ രക്ഷിച്ചോളും. ഹോസ്പിറ്റലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ മരിച്ചു. ആരാ നീ? കണ്ണുറക്ക. ഒരുപാട് രക്തം പോയിട്ടുണ്ടല്ലോ.
കോയൽ കോയൽ ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ നിന്നെ സഹായിക്കാം. അതിനു വേണ്ടിയാ ഞാനിപ്പോ വന്നത്. നിനക്കൊരു അപകടവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. നിനക്കെന്നെ വിശ്വസിക്കാം. കോയൽ ആ ഹലോ ഹോഷ്, നിങ്ങളുടെ ആ മണാലി കേസിലെ ആ സസ്പെക്റ്റിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. പറയൂ സാർ. എന്തായിരുന്നു അയാളുടെ പേര്? കോയൽ. ഒഫീഷ്യലി അയാൾ മരിച്ചെന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങളുടെ ആ മണാലി കേസ് ക്ലോസ് ചെയ്യാനുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്തോളൂ. ബട്ട് സാർ, അതിന് നമ്മുടെ കയ്യിൽ മതിയായ തെളിവുകളൊന്നും ഇല്ല സാർ. മതി. ഷീ ഈസ് ഡെഡ്. തിരിച്ചിങ്ങോട്ട് സംസാരമൊന്നും വേണ്ട. സർ, ഇറ്റ്സ് മൈ ഓർഡർ.